കെ വി ഗണേഷ് കുമാറിന്റെ ആനയ്ക്കും കൈവശമുള്ള 2 ആനക്കൊമ്പുകൾക്കും ഉടമസ്ഥാവകാശം എന്നൊരു വിവരാവകാശ മറുപടി ലഭിച്ചിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് അല്ല, വിവരാവകാശ നിയമപ്രകാരം പറഞ്ഞ കാര്യം ശരിയാണല്ലോ. അല്ലാതെ തെറ്റായ ഒരു കാര്യം വിവരാവകാശ നിയമപ്രകാരം പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പരമ്പരാഗതമായി കിട്ടിയത്. എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടിയത്? അദ്ദേഹത്തിന്റെ പിതാവിന്, ആ പിതാവിന്റെ പിതാവിനും ഒക്കെ ലഭിച്ചു വന്നു, പരമ്പരാഗതമായി ലഭിച്ചു. അപ്പോൾ അന്ന് ഈ നിയമമൊന്നും നിലവില്ലാത്ത സമയത്ത് കിട്ടിയതാണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങളുടെ വസ്തുത പറഞ്ഞു. അതിന്മേൽ സ്വീകരിക്കേണ്ട നടപടികളും വസ്തുതാപരമായി തന്നെ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക എന്നത് മാത്രമേ അതിന്റെ മേലുള്ളൂ. അതിനകത്ത് മറ്റ് വേറെ എന്തെങ്കിലും കാര്യമുണ്ടെന്നില്ല. പക്ഷെ ഒരു വസ്തുതയാണ് അത്. ഗണേഷ് കുമാറിന്റെ ബഹുമാനപ്പെട്ട അന്തരിച്ചുപോയ ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലത്താണ് ഈ ഇത് കിട്ടിയതെന്ന് പറയുന്നത്. അപ്പോൾ അത് പരമ്പരാഗതമായുള്ള ഇത്തരം സംഭവങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം ഒരു നയപരമായ ആവശ്യമാണ്. കാരണം അതിനകത്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ആനക്കൊമ്പുകളും അതുപോലുള്ള വിലപിടിച്ച സാധനങ്ങളും നശിപ്പിച്ചു കളയാണ്. വനം നിയമം അനുസരിച്ച് കത്തിച്ചു കളിയാണ്. ഒരു നിശ്ചിത കൊല്ലം കഴിഞ്ഞാൽ കത്തിച്ചു കളയും. കോടികളുടെ ഫലമാണ് ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി എനിക്കതിന് ഉത്തരവില്ല. അത് അനാവശ്യമാണ്. കാരണം അത് യഥാസമയം ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുകയും എന്നാൽ അതിനകത്ത് പിന്നീട് അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമായി പറഞ്ഞു കേൾക്കുന്നത് ഇതനുവദിച്ചാൽ ഈ വന്യമൃഗങ്ങളെ കൊല്ലുന്ന സ്ഥിതി കൂടുതൽ അതിന് ശക്തമായ നടപടി സ്വീകരിക്കുക എന്നല്ലാതെ ഒരാൾ തെറ്റ് ചെയ്യുന്നതെന്ന് കരുതി അല്ലെങ്കിൽ കുറേയൊക്കെ തെറ്റുകാരി നാട്ടിലുണ്ടെന്ന് കരുതി തെറ്റുകാരുടെ ഒരു ഭാഗത്തല്ലല്ലോ നമ്മൾ തെറ്റുകാരായി കണ്ട് നടന്നു സ്വീകരിക്കുക. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു ചർച്ച ഞങ്ങൾ ആരംഭിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ബഹുമാനപ്പെട്ട പ്രശസ്ത നടൻ മോഹൻലാലിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇതിങ്ങനെ നമ്മൾ വെച്ച് കത്തിച്ച് നശിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെന്റിന് കൂടി അനുവാദം ആവശ്യമുള്ളതാണ്. ഇത് നശിപ്പിച്ചിട്ടായിരിക്കും ഒരു ഗുണമില്ല. നിയമക്കുരുക്കിൽപ്പെട്ട് കോടികൾ ആർക്കുമില്ലാതെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഇന്നത്തെ കാലത്ത് അഭിലഷണീയമായ ഒരു കാര്യമല്ല. അത് കാലാഹരണപ്പെട്ടൊരു നിയമമാണ്. ആ നിയമത്തിൽ പരിഷ്കാരം ഉണ്ടാകേണ്ടതെന്നാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ അഭിപ്രായം. ഉണ്ട്, പ്രാഥമിക ചർച്ചകൾ വേണ്ടി വരും. അത് അല്ലാതെ ഇത് ആർക്കും ഒരു ഗുണമില്ലാത്തൊരു കാര്യമില്ല. സ്റ്റേറ്റിന് ഇത്രയധികം നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യം. അന്ന് ഏതോ കാലത്ത് കുറെ കാട്ടുകള്ളന്മാര് ആനയെ വെടിവെച്ച് കൊന്നു. ആനയെ വെടിവെച്ച് കൊല്ലാതിരിക്കുന്നതിന്റെ കാര്യത്തിൽ കരുതൽ സ്വീകരിക്കണം. അതിനാവശ്യമായ സേനയുണ്ടാക്കണം, അതിനുള്ള നടപടികൾ ഉണ്ടാക്കണം, അവരെ കർശനമായി ശിക്ഷിക്കണം. അതിന് പകരം ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന ആനക്കൊമ്പുകൾ അതുപോലുള്ള കാര്യം ഇത് കത്തിച്ചു കളഞ്ഞിട്ട് എന്താ കാര്യം? തിരുവനന്തപുരത്തെ വഴുതക്കാട്ടെ ഹെഡ്ക്വാർട്ടറിൽ ഒരു 10, 100, 150 കോടി രൂപയുടെ ഇതുപോലുള്ള വിലയേറിയ വിലപിടിപ്പുള്ള കൊമ്പുകളാണ് കിടക്കുന്നത്. അതാർക്ക് വേണ്ടിയാ? എന്നിട്ട് കത്തിച്ചു കളയും. ആ ഒരു സമ്പ്രദായത്തോട് എനിക്ക് യോജിപ്പില്ല. അത് വ്യക്തിപരമായിട്ടാണ് മന്ത്രി എന്നുള്ള നിലയില്ല. അതൊരു ശരിയായ നടപടിയായി അതല്ല, സർക്കാരിന് തന്നെ അതിന്റെ ഷോറൂമുകൾ തുടക്കാലോ. നമ്മൾ ഇതുണ്ടാക്കി പിന്നെ ഉപകരണങ്ങളോ കലാരൂപങ്ങളോ അതിനാണല്ലോ ഉപയോഗിക്കുന്നത്. പാലക്കൊമ്പുകളിൽ പ്രധാനമായ കലാരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഐവറി ആമയിൽ. അത് സർക്കാർ തന്നെ ചെയ്യാം. ഫിനാൻഷ്യൽ കേരള ഹാൻഡിക്രാഫ്റ്റ് ഫെഡറേഷൻ ചെയ്യാം. അങ്ങനെ പലർക്കും ചെയ്യാമല്ലോ. സർക്കാരിന് ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു വിധത്തിൽ ചൂഷണം ചെയ്യാൻ പാടില്ല. പ്രയോജനകരമായ വിധത്തിൽ ഉപയോഗിക്കുന്നതിന് നമ്മളതിനെ എതിർക്കുന്നത് എന്നതാണ് എന്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചർച്ചാ വിഷയമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ കോഴിത്തോട് പടിഞ്ഞാറത്തെ റോഡില് വനമന്ത്രാലയം സർവേ അനുമതി സംസ്ഥാന സർക്കാർ അത്തരത്തിൽ ഏതെങ്കിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ ആ റോഡിന്റെ കാര്യത്തിൽ? അല്ല, റോഡിനെ പറ്റി നമ്മുടെ കേരള ഗവൺമെന്റ് അനുവാദം കൊടുക്കല്ല. കേരളത്തിലെ വനംവകുപ്പിൽ അനുവാദം കൊടുക്കേണ്ടത് വലിയൊരു ഏരിയ. കേരളത്തിലെ വനംവകുപ്പിന് 2 ഏക്കറിൽ താഴെയുള്ള സ്ഥലത്ത് മാത്രമേ അനുവാദം കൊടുക്കാൻ കഴിയൂ. അപ്പോൾ ഇത് നമ്മൾ മാധ്യമങ്ങളിൽ വന്ന പോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ പരിഗണനയിലാണുള്ളത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് അനുമതി കൊടുക്കേണ്ടത്. ആ അനുമതി കിട്ടാൻ വേണ്ടി കേരളത്തിന്റെ ആവശ്യം എന്നുള്ള നിലയിലും പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ ഒരു ആവശ്യം എന്നുള്ളതിലും ഈ ജില്ലയിലെ ഒരു ജനപ്രതിനിധി ഉള്ളത് ഞാൻ അവരുടെ പക്ഷത്താണ്. അത് നമ്മൾ പാലക്കാട് ചെയ്തതുപോലുള്ള ഒരു പരിപാടി ഷൊർണൂരിൽ ചെയ്യണം. കാരണം റെയിൽവേയുടെ കൂടി ഉത്തരവാദിത്തമാണ്. റെയിൽവേയും വനംവകുപ്പും കൂടി ആലോചിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അതിന് പരിഹാരമാണ്. അതേക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചു. അത് സംരക്ഷിക്കണമല്ലോ, വലിയ നടപടി സ്വീകരിക്കുക.
മന്ത്രിയുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഈ ആനയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി നടക്കുന്ന സാധ്യത അത് അദ്ദേഹം പറയുന്ന സത്യമാണല്ലോ. എവിടുന്ന് കിട്ടിയെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ ആരെയും ശിക്ഷിക്കുക? കൃഷി പരമ്പരാഗതമായി കിട്ടുന്നതാണെങ്കിൽ പോലും അത് രജിസ്റ്റർ ചെയ്യേണ്ട അങ്ങനെ ചരിത്രമൊക്കെ ഉണ്ടോ? അല്ല, അത് അങ്ങനെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് നോക്കാം. പക്ഷെ നമ്മളതിനകത്ത് മന്ത്രി ഗണേഷ് കുമാറോ ഗവൺമെന്റോ ആ കാര്യത്തിൽ ഒന്നും ഒളിച്ചു വെക്കാൻ ആലോചിച്ചില്ല. എന്താണോ നിയമാനുസൃതം ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. അതിനകത്തൊരു പിടിവാശിയില്ല. അറിയാത്തത് കൊണ്ടുള്ള എന്ത് ചെയ്യണമെന്നറിയില്ല. നിയമം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കിടക്കുന്ന മോഹൻലാലിന്റെ കേസിൽ പോലും ഇപ്പം കോടതി ഒരു തീരുമാനം എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അത് മോഹൻലാൽ വാങ്ങിച്ചതൊന്നുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ പഴയ കാലത്തെ കൊട്ടാരങ്ങളിലും ജന്മി കുടുംബങ്ങളിലും ഈ ആനക്കൊമ്പ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം വേണ്ട നമ്മുടെ വയനാട് കളക്ടറേറ്റിലുണ്ടല്ലോ. റെയിൽവേയുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് റെയിൽവേ